ഗൈസ്, അപ്പോൾ ഞാനിന്ന് ഊട്ടി വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടു, അതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് റോസ് ഗാർഡനിലാണ്. ഫസ്റ്റ് പാർട്ട് ആരെങ്കിലും കാണാത്തുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക. എനിക്കിത് ഒരു ദിവസം കൊണ്ട് നമ്മൾ അത്യാവശ്യം സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് എനിക്ക് വീഡിയോ ഇടേണ്ടി വന്നത്. അപ്പോൾ റോസ് ഗാർഡനാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. മാക്സിമം അവിടെ റോസ് ആയിരുന്നു, പലതരം റോസസ്, പിന്നെയും കുറേ റിപ്പീറ്റേഷന്, പിന്നെ ബുഷസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് റോസ് മാത്രം ആയതുകൊണ്ട് എനിക്ക് അത്ര വലിയത് ഈ റോസ് ഗാർഡൻ ഇവിടുത്തായില്ല. പറയാതിരിക്കാൻ വയ്യ, റോസസിന് മൊത്തം പെണ്ണുങ്ങളെ പേരാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്നെങ്കിൽ സ്ഥലത്തിൻ്റെ പേര്, അതല്ലാന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ പേര്. എല്ലാം ഗേൾസസ് നെയിമാണ്. ഇവിടെ മാത്രമല്ല അവിടേക്കൊക്കെ ഉണ്ട്. അവിടേക്ക് നമ്മൾ അത്രയും നടന്നിട്ട് ഫുള്ളും റോസ് തന്നെ, പല വെറൈറ്റീസ്. ചിലത് കണ്ടത് റിപ്പീറ്റേഷനും ഉണ്ട്. നടക്കാനുള്ള മടിയുണ്ട് ഗൈസ്. എവിടെ പോകണം എന്നറിയുന്നില്ല. അവിടെ പോകണോ ഇപ്പുറത്ത് പോകണോ എന്നുള്ള കൺഫ്യൂഷനാണ്. എങ്ങനെയായാലും നട്ടപ്പൊരി വരത്ത് നടക്കന്നെ വേണം, വേറെ ഒരു നിവൃത്തിയില്ല. മഴ എന്ന് പറയുന്നതില്ല, മഴക്കാറുണ്ടെങ്കിലും മഴയില്ല. പിന്നെ തിരക്കും കുറവാ തോന്നുന്നു, കുറവായിരിക്കും. ഇന്ന് വോട്ടെണ്ണലല്ല, വോട്ടെണ്ണലിൻ്റെ തിരക്ക് കുറവാണ്. കൂടെ വന്നവരൊക്കെ ഈ വോട്ടെണ്ണലിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയാണ് ഇടയിൽ ഒരു ന്യൂസിൻ്റെ സൗണ്ടാണ് ഇടയിൽ കേൾക്കുന്നത്. പിന്നെ അവിടെ പോയപ്പോൾ പലതരം വെറൈറ്റി റോസസ് മാത്രമല്ല വേറെയും കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് അവിടെയുള്ള സൈക്കിള് കാര്യങ്ങൾ അതൊക്കെ ചവിട്ടി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ നടക്കാനുണ്ട്. അപ്പം നടക്കാനുള്ള മടിയുണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്കൊന്നും പോയില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം കുറേ കാണാനുണ്ട്, അവിടേക്കൊന്നും ഞങ്ങൾ പോയില്ല. എനിക്ക് പ്രത്യേകിച്ച് ഈ പൂക്കളോടൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് കുറവായതുകൊണ്ട് ഞാൻ വേറെ എവിടെയും പോയില്ല. ഞങ്ങൾക്ക് നടക്കാനുള്ള പിന്നെ മഴ ഉണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ നടക്കാനുള്ള മടിയോട് ഞാൻ പറഞ്ഞു തിരിച്ചു പോകാമെന്ന്. പിന്നെ റിട്ടേൺ വരുന്ന വഴി കാശിക്ക് മാങ്ങ പറഞ്ഞപ്പോൾ പിന്നെ മാങ്ങൊക്കെ തിന്ന് ഞങ്ങൾ അടിച്ച് പൊളിച്ച് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ നെക്സ്റ്റ് പ്ലേസിലേക്ക് വിട്ടു. പിന്നെ നമ്മളെ നാട്ടിലത്തെ മാതിരി കാളയും പശുവും പോത്തൊന്നല്ല റൂട്ടിലൊക്കെ കുതിരകളാണ്. നെക്സ്റ്റ് ബോട്ട് ഹൗസിലാണ് പോകുന്നത്. ആ പോണ വഴിയിലാട്ടോ ഞങ്ങൾ കുതിരകളെ കണ്ടത്. പിന്നെ അതല്ല, പിന്നെയുണ്ട് റൂട്ടിൽ കുറേ സ്ഥലത്ത് ഞങ്ങൾ ഈ കുതിരകളെ കണ്ടു. പോത്തിനും കാളേനൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ, മാക്സിമം ഈ കുതിരയായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ഇത് ബോട്ട് ഹൗസിലെത്തി. അപ്പോൾ അവിടെ ബോട്ട് ഹൗസ് മാത്രമല്ല ഇതേമാതിരി കുതിര സവാരി ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുതിരേൻ്റെ പുറത്ത് കയറുക, ഒരു റൗണ്ടൊക്കെ ചുറ്റിട്ട് വരാം. അത് സ്ലോ എന്ന് പറഞ്ഞാൽ കുതിര സ്ലോയിൽ പോകും, സ്പീഡിൽ പറഞ്ഞാൽ കുതിര സ്പീഡിൽ പോകും. അങ്ങനെയായിരുന്നു. ഞാനത് ജസ്റ്റ് ഒരാളുടെ വാച്ച് ചെയ്ത് നിന്നു. അപ്പോൾ അവിടുന്ന് ടോക്കണൊക്കെ എടുത്ത് ഞങ്ങൾ ഇതേ ബോട്ടിൽ കയറി ലൈഫ് ജാക്കറ്റൊക്കെ എടുത്ത് ബാക്കിയുള്ളവർക്കൊക്കെ ഇടാൻ വേണ്ടി കയറുന്നു. അവർക്കൊക്കെ നീന്തൽ അറിയാവുന്ന എൻ്റെ അഹങ്കാരമായിരുന്നു. ഞങ്ങൾക്ക് അമ്മയ്ക്കും നീന്തൽ അറിയാത്ത കാര്യം ഞങ്ങൾ എന്തായാലും ലൈഫ് ജാക്കറ്റ് ഇട്ടു. അപ്പോൾ ബോട്ടിൽ കയറി ഇവരൊരു 15 മിനിറ്റ് നമ്മൾ ഒരു റൗണ്ട് നമ്മൾ ഈ ഒരറ്റം തൊട്ട് ആറ്റം വരെ നമ്മൾ ചുറ്റിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എന്താ ആൾക്കാർ കുറവ്, ഇതൊക്കെ ഇപ്പോൾ എന്താ ലേക്കല്ല, ഊട്ടി ലേക്കല്ല. അപ്പോൾ ഇവിടെ എന്താ ആൾക്കാർ കുറവെന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായത്, അവരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ബാക്ക് സൈഡിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടതെന്ന്. അപ്പോൾ ഫ്രണ്ട് സൈഡിലേക്കല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾ ഈ ബോർഡ് വായിച്ച് പോണ കാരണം ഞങ്ങൾക്ക് വഴി തെറ്റി ഗൈസ്. ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ എക്സ്ട്രാ റൗണ്ടും കൂടി അടിക്കുക. അപ്പോൾ അവർക്ക് കുപ്പിക്കുള്ള പൈസ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് വേണ്ട, ഞങ്ങൾക്ക് ഒരു റൗണ്ട് മാത്രം മതി എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ മോനാണ്. മോൾക്ക് പേടിയായിരുന്നു. ബോട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിക്കും, ഒരു തമാശയ്ക്ക് അങ്ങനെ ചെരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മോളെ പേടിച്ചിട്ട് അച്ഛൻ ഒക്കത്ത് പറ്റിക്കൂടി അവിടെ ഇരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഊട്ടി ലേക്കിൻ്റെ ഫ്രണ്ട് സൈഡ്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു നിർഭാഗ്യവശം ഞങ്ങൾ ബാക്കിലാണ് എത്തിപ്പെട്ടത്. എന്നാലും സാരമല്ല, ഞങ്ങൾ ഒരു റൗണ്ടൊക്കെ ചുറ്റി 4 ആൾക്കാരെ കണ്ടപ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനമായത്. പിന്നെ ഞങ്ങൾ ഇല്ലുമിനാറ്റി ഡാൻസ് പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്തു. ഇതിന് മുന്നേ ഞാൻ ബോട്ടിൽ പോയതുകൊണ്ടായിരിക്കും എനിക്കിത് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും സാരമല്ല, പോയതല്ല, എൻജോയ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് പോകുന്നത്. പോണ വഴിയിലാണ് ഞങ്ങൾ ഈ ഒരു സാധനത്തിനെ കണ്ടത്. കാളയാണോ പോത്താണോ എന്താണെന്നറിയില്ല, വലിയ 2 കൊമ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പോത്തായിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അതേ ഞങ്ങളവിടെ എത്തി, ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തി. ഇതിൽ ഫ്രണ്ട് സൈഡ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഉച്ച കഴിഞ്ഞു ഞങ്ങളവിടെ എത്തുമ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റേതായ ഒരു ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പിന്നെ അവരുടെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാം ഈ ഇലക്ഷൻ്റെ ഈ ന്യൂസ് കണ്ടിട്ട് എല്ലാവരുടെ ഫോണിലെ ചാർജും പറ്റി എൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ആർക്കും ഇലക്ഷൻ്റെ റിസൾട്ട് കാണാനായിട്ട് ഞാൻ ഫോൺ കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ഹൗസിൽ കയറി. എനിക്കിഷ്ടപ്പെട്ട പൂക്കളല്ല ചെടികളിലെ ഒരു സാധനമാണ് ഈ ഒരു ചെടി. ഇതിൻ്റെ പേരൊന്നും അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതിൻ്റെ കളർ തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. പിന്നെയുണ്ട് ഒരുപാട് പലതരം വെറൈറ്റി, ലോകത്തുള്ള സകലമാന വെറൈറ്റീസ് അതിൻ്റെ ഉള്ളുണ്ടായിരുന്നു. അതെ, പൂക്കളോട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും പക്ഷെ അത് കാണാനായിട്ട് ഒത്തിരി നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പലതരം വെറൈറ്റീസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റീസ് കാണുന്നത്. പിന്നെ ചിലതിൻ്റെ അടിയിൽ മാത്രമാണ് അത് ഏതാണ് വെറൈറ്റി അതിൻ്റെ പേര് എഴുതി വെച്ചുള്ളത്, ചിലതിൻ്റെ ഒന്നും ഇല്ല. പിന്നെ ഇതുപോലെ വലിയൊരു പാർക്കുള്ള ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കാശീനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉരുട്ടി വിടുന്നുണ്ട്. കാശി മാത്രമല്ല മോളും കളിക്കുന്നുണ്ട്. ചെളി ഉണ്ടായിരുന്നു, എന്നാലും വേണ്ടില്ല, ഒരു വല്ലപ്പോഴുള്ള എൻജോയ്മെൻ്റ് അല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പിള്ളേരാണ്ട് ആർമാദിക്കാൻ വിട്ടു. അപ്പോൾ നിങ്ങൾ ആരും ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോവുക. എന്തോ
മിസ് ചെയ്യാണ്ട് പോവുക. ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് അവിടെ മെയിനായിട്ട് കാണാനുള്ളത്. അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറഞ്ഞത്. പിന്നെ ഞങ്ങളിത് ഇതുപോലെ ഗ്രൗണ്ടിൽ അവിടെ ഇരുന്ന് എല്ലാവരും ഫോണിലും ചാർജ് പറ്റിയ കാരണമൊക്കെ ഇരിക്കണതിൻ്റെ ഒരു ഇത്തം കണ്ടില്ലേ, ഓരോ ഫോണിലും ചാർജ് ഇല്ല. അവർക്ക് തന്നെ റിസൾട്ട് നോക്കിയിട്ടേ 5% വെച്ചിട്ടാണ് അവർ ഇലക്ഷൻ്റെ റിസൾട്ട് കണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആർമാദിക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദമാണ് ഈ കാണുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കെട്ടിയവനും മാങ്ങളും എല്ലാവരും കൂടി ഡാൻസ് ആടി കളിക്കുന്നുണ്ട്. അയ്യോ, ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ മഴ വരണേൻ്റെ ഒരു ഇത് ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് വിട്ടു. പിന്നെ ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയൊരു തടാകം മാതിരിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ ചളിവെള്ളമെന്ന് മാത്രം. അപ്പോൾ ഞങ്ങളവിടെ എത്തി. എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങളിതേ പൈൻ ഫോറസ്റ്റ് കാണാനായിട്ട് കയറി. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോപ്പ് മാതിരിയായിരുന്നു, കുത്തനൊരു ഇറക്കമായിരുന്നു. അപ്പോൾ അവിടെ ആണെങ്കിൽ ഫുള്ള് ചളിയായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മേലെന്ന് വഴുക്കി കൊണ്ട് കഴിഞ്ഞാൽ ശരിക്കാത്ത തടാകത്തിലേക്ക് എത്തും. അവിടെ താഴെ ഒരു തടാകമുണ്ട്, അപ്പോൾ അവിടെ എത്തുമായിരുന്നു. പിന്നെ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടുത്തെ കുറേ ഫോട്ടോസ് എടുത്തു. ഇതിൻ്റെ ഇടയിൽ നിന്ന് കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അതെന്തായാലും ഊട്ടി 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങളൊരു 5-6 സ്ഥലത്തിൽ ഞങ്ങൾ പോയി. എന്തായാലും ഈ 6 സ്ഥലം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിലിഷ്ടപ്പെടാത്തത് റോസ് ഗാർഡൻ മാത്രമാണ്. എന്നാലും ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റ് ഫാക്ടറി ആയാലും ടീ ഫാക്ടറി ആയാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പിന്നെയും കുറേ സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് പോകാനുള്ള പറ്റിയില്ല. അത് നമുക്കൊരു സമയപരിധി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ റിസൾട്ട് വന്ന ദിവസമല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റേതായ റോട്ടിൽ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോകുമ്പോൾ മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചുരം ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. എന്തായാലും ഞങ്ങൾ 1 ഡേ ട്രിപ്പ് അടിച്ചു പൊളിച്ചു. പിന്നെ ചുരം ഇറങ്ങുന്ന സമയത്താണ് ഇതുപോലെ അപ്പോഴാണ് ഞാൻ മഞ്ഞ് കണ്ടത്. രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ റിട്ടേൺ വരുമ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. റോഡ് കാണാതിരിക്കാൻ മാത്രം മഞ്ഞും ഉണ്ടായിരുന്നില്ല, പക്ഷെ മലേൻ്റെ മുകളിലൊക്കെ ആയിട്ട് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആ സമയത്താണ് വന്നത്. മഴയും മഞ്ഞും കൂടിയിട്ടല്ല, അപ്പോൾ അതിൻ്റേതായ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും റിട്ടേൺ വരുമ്പോൾ ചുരം ഇറങ്ങാൻ നല്ല സിമ്പിളായിരുന്നു. അങ്ങനെ ഊട്ടി കണ്ടിട്ടില്ല എന്നുള്ള പരാതി എനിക്ക് ഇതോടെ തീർന്നു കിട്ടി.